അത്രയധികം പ്രതിസന്ധിയിലൂടെയാണ് വിജയ് പൊക്കോണ്ടിരിക്കുന്നത്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് നിൽക്കുന്ന ഇതേ സമയത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാവുന്നവനല്ലെന്ന് എനിക്കറിയാം. ആ വിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോൾ അളിയന് മാത്രമേ പണി കാണിക്കരുത്. ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിജയ് ഈ ഒരു കടുത്ത നീക്കത്തിന് പിന്നിലെടുക്കുന്ന തീരുമാനം എന്താണ്? എന്താണ് വിജയുടെ മനസ്സിലൂടെ പോകുന്നതും ഉദ്ദേശിക്കുന്നതും? ഇവരെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം ഇത്. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, അത്രേ ഉള്ളൂ. കുട്ടാ, പ്രശ്നം മാറാൻ വഴി ഇവിടെ തന്നെയുണ്ട്. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പൂ. ഹായ് അവിഹിതം. ഞങ്ങള് ബാംഗ്ലൂരിലെ പബ്ബിൽ എത്ര ഡാൻസ് കളിച്ചിട്ടുള്ളതാ? എത്ര കളിച്ചാലും ചേട്ടയ്ക്ക് ഒരു ക്ഷീണമില്ലെന്നേ. ബാംഗ്ലൂരിലെ പബ്ബോ? ഇതെപ്പോഴാ ചായ? ബാംഗ്ലൂരിൽ മാത്രമല്ല, ഞങ്ങൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ പോയിട്ടുണ്ട് അല്ലേ? കുട്ടാ, പ്രശ്നം മാറാൻ വഴി ഇവിടെ തന്നെയുണ്ട്. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പൂ. ഞാൻ ഇന്ന് വരെ എന്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണ്. ഞാൻ പോവാ. ഇങ്ങോട്ട് പോവാ. പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്. പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും. വണ്ടി ഞങ്ങൾ എടുക്കുക. വാ പൊന്നപ്പൻ ചേട്ടാ, ഇങ്ങോട്ട് വാ. ഈ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡൾട്ടറി കോസ് എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റൊരു നടിയുമായി വിജയ്ക്കുള്ള ഒരു ബന്ധം. അണ്ണ, നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റിയാണ് തെറി പറഞ്ഞു. അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനെ ആരണ്ണൻ അണ്ണാ കിട്ടിയാൻ കുത്തും. അവിഹിതത്തിലാണേലും അവന്റെ ആ നെറിയുണ്ടല്ലേ മാറി. ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് വെറും 4 ദിവസങ്ങൾ മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ കൽപ്പാത്തി എസ് സുരേഷിന്റെ മകന്റെ വിവാഹ റിസപ്ഷന് വിജയും തൃഷയും ഒരുമിച്ച് കാണപ്പെടുന്നു. അതെ, ജാനകി ചേച്ചി എങ്ങനെ ഉണർന്ന ആകെ കുഴപ്പാവും. ഞാൻ തന്ന ഉറക്ക ഗുളിയെ കഞ്ഞി കലക്കി കൊടുത്തില്ലേ? കൊടുത്തു. ഇനി 6 മണിക്കൂർ നേരത്തേക്ക് പേടിക്കണ്ട. ഫയൽ ചെയ്തിരിക്കുന്നത് ഭാര്യ സംഗീത 27 വർഷങ്ങൾക്ക് ശേഷം 99-ലാണ് ഇരുവരും വിവാഹിതരായത്. 27 വർഷങ്ങൾക്ക് ശേഷം വിവാഹ ജീവിതത്തിന് മോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംഗീത ഇത് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ കുടുംബം എന്ന് പറയുന്നത് നോഹയുടെ പേടകം പോലെയാ. പാമ്പും പുലിയും കരടിയും മാനും ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ഒരു നയത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ ഇതെല്ലാം കൂടി കടിപിടി കൂടി അത് മുക്കുന്നുള്ളത് ഉറപ്പാ.